Commonly used electrical measuring instruments. നമ്മൾ സാധാരണഗതിയിൽ മെഷർ ചെയ്യുന്ന ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് കറന്റ്, വോൾട്ടേജ്, പവർ ആൻഡ് എനർജി. കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് അമ്മീറ്റർ. ആംബിയർ എന്ന യൂണിറ്റിലാണ് കറന്റ് മെഷർ ചെയ്യുക. അതുപോലെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് വോൾട്ട് മീറ്റർ ആണ്. വോൾട്ട് എന്ന യൂണിറ്റിലാണ് വോൾട്ടേജ് മെഷർ ചെയ്യുക. ഇനി പവർ മെഷർ ചെയ്യുന്നത് വാട്ട് മീറ്റർ ആണ്. വാട്ട്സ് എന്ന യൂണിറ്റിലാണ് പവർ മെഷർ ചെയ്യുക. എനർജി മെഷർ ചെയ്യുന്നത് എനർജി മീറ്റർ ആണ്. കിലോ വാട്ട് അവർ എന്ന യൂണിറ്റിലാണ് എനർജി മെഷർ ചെയ്യുക. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഇനി പറയുന്നത്. The circuit conditions should not get affected when the measuring instrument is connected. The power consumed by the measuring instrument should be very small. അതായത് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നതോടെ ആ സർക്യൂട്ടിലെ കറൻറ്റോ വോൾട്ടേജോ പവറോ ഒന്നും മാറാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യുന്നതോടെ ഒരു സർക്യൂട്ടിലെ കറണ്ടിൻ്റെ മാറ്റം സംഭവിക്കാൻ പാടില്ല. അതുപോലെ ഒരു വോൾട്ട് മീറ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറൻറ്റോ അതേപോലെ വോൾട്ടേജോ ഒന്നും മാറാൻ പാടില്ല. അതുപോലെ ദ പവർ കൺസ്യൂംഡ് ബൈ ദ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഷുഡ് ബി വെരി സ്മോൾ. ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് പവർ കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, മറിച്ച് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് പവർ കൺസ്യൂം ചെയ്യാൻ പാടുള്ളതല്ല. ഇനി അഥവാ ഈ രണ്ട് കണ്ടീഷൻസ് ഒരു ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ആ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് എറേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. പ്രധാനമായിട്ട് 3 രീതികളിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻഡിക്കേറ്റ് ജനറലി the quantity to be measured by means of a pointer which moves on a scale. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസിൽ ഒരു സ്കെയിലിൽ ഒരു പോയിന്റർ മൂവ് ചെയ്യുന്നതായിട്ടാണ് അതിൻ്റെ റീഡിങ്സ് കിട്ടുക. ഇതിൻ്റെ എക്സാമ്പിളാണ് അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ ഒക്കെ. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, these instruments record continuously the variation of any electrical quantity with the respective time. In principle, these are indicating instruments but so arranged that a permanent continuous record of the indication is made on a chart or dial. അതായത് ഒരു ഗ്രാഫ് പേപ്പറിൽ ഒരു ഗ്രാഫ് എന്ന രീതിയിലാണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് ഔട്ട്പുട്ട് തരിക. അതിന് എക്സാമ്പിളാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, ECG. ഇനി അടുത്തതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. These instruments record the consumption of total quantity of electricity, energy, etc. during a particular period of time. An example ആണ് കിലോവാട്ട് അവർ മീറ്റർ. അതായത് ഒരു കാലയളവിൽ ഉപയോഗിച്ച എനർജിയുടെ അളവ് തരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എനർജി മീറ്റർ. അതായത് എനർജി മീറ്റർ ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിലെ ആദ്യത്തെ ക്ലാസ് ആണ് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്. പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് PMMC ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഫോർ DC മെഷർമെൻറ്റ്സ്. DC സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് PMMC ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് ഉപയോഗിക്കാം, അതേപോലെ ഒരു അമ്മീറ്റർ ആയിട്ട് ഉപയോഗിക്കാം. അതായത് PMMC വോൾട്ട് മീറ്ററും ഉണ്ട്, PMMC അമ്മീറ്ററും ഉണ്ട്. ഇത് DC സർക്യൂട്ടുകളിലാണ് ഉപയോഗിക്കുക. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ, when a current carrying conductor is placed in a magnetic field, it experiences a force and tends to move in the direction as per Fleming's left hand rule. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഫോഴ്സ് അനുഭവപ്പെടും. ഇതാണ് ഒരു PMMC ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതായത് ഏത് ഡയറക്ഷനിലാണ് ഈ ഫോഴ്സ് അനുഭവപ്പെടുന്നത് എന്ന് പറയുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ തന്നെയാണ് ഒരു മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിലും നമ്മൾ കാണുന്നത്.
ഇനി PMMC ഇൻസ്ട്രുമെൻ്റ് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ the major components in a PMMC type instrument are moving coil, permanent magnet, soft iron cylinder, phosphor bronze hairspring, pointer, scale. The hairsprings let the current being measured in and out of the coil. They also provide the controlling torque. Eddy current damping is used in PMMC type instruments. അതായത് ഇവിടെ മൂവിങ് സിസ്റ്റം, ഇവിടെ ഒരു മൂവിങ് കോയിൽ ഉണ്ട്. ആ മൂവിങ് കോയിൽ മൂവ് ചെയ്യുന്നതിൻ്റെ കാരണം മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. മാഗ്നറ്റിക് എഫക്റ്റ് അതായത് കറണ്ട് ക്യാരി ചെയ്യുന്നത് ഈ മൂവിങ് കോയിലാണ്. ഒരു മൂവിങ് കോയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. അതാണ് ഇവിടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് കാരണം. ഇനി ഈ കറണ്ട് ഈ PMMC ഇൻസ്ട്രുമെന്റിലേക്ക് കടക്കുന്നത് സ്പ്രിങ്ങുകൾ വഴിയാണ്. ഈ സ്പ്രിങ്ങുകൾ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് എതിരായിട്ട് വർക്ക് ചെയ്യുന്ന ടോർക്കുകളാണ് കൺട്രോളിംഗ് ടോർക്ക്. കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും തുല്യമാവുന്ന സമയത്താണ് പോയിന്റർ റെസ്റ്റിലോട്ട് വരിക. പോയിന്റർ ഒരു പ്രത്യേക വാല്യൂ കാണിക്കുന്നത് റെസ്റ്റിലേക്ക് വരുന്നത് when deflecting torque is equal to the controlling torque. ഇനി അതേപോലെ ഡാമ്പിംഗ് ടോർക്ക്, അതായത് പോയിന്ററിൽ ഉണ്ടാകുന്ന ഓസിലേഷൻസിനെ എല്ലാം ഡാമ്പ് ചെയ്യുന്നത് എഡി കറന്റ് ഡാമ്പിംഗ് ആണ്. ഇനി അടുത്ത ക്ലാസ് ആണ് മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സ്. മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സ് ആർ ജനറലി യൂസ്ഡ് ഫോർ AC measurements. In moving iron instruments, the movable system consists of one or more pieces of specially shaped soft iron, which are so pivoted as to be acted upon by the magnetic field produced by the current in the coil. There are two general types of moving iron instruments. രണ്ട് രീതിയിലുള്ള മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അട്രാക്ഷൻ ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്, റിപ്പൾഷൻ ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്. മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സ് സാധാരണഗതിയിൽ AC മെഷർമെന്റ്സിനാണ് യൂസ് ചെയ്യുന്നത്. മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റും ഒരു ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് മൂവിങ് അയൺ അമ്മീറ്ററും ഉണ്ട്, മൂവിങ് അയൺ വോൾട്ട് മീറ്ററും ഉണ്ട്. മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സ് ആർ RMS റീഡിംഗ് ഇൻസ്ട്രുമെന്റ്സ്. അതായത് ഒരു AC ക്വാണ്ടിറ്റീൻ്റെ RMS ആണ് മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നത് മൂവിങ് അയൺ അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അതായത് ഒരു കോയിലിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്ന കറണ്ട് കടത്തിവിടുന്നു. കോയിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറുന്നു. അതിൻ്റെ അടുത്തേക്ക് ഒരു ഫ്ലാറ്റ് ഡിസ്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റ് ഡിസ്ക് കോയിലിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. ഇതാണ് ഒരു മൂവിങ് അയൺ അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അന്നേരം ഈ ഫ്ലാറ്റ് ഡിസ്ക് എത്രത്തോളം അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്ന് തീരുമാനിക്കുന്നത് ഈ കോയിലിലൂടെ എത്രമാത്രം കറണ്ട് ഒഴുകുന്നു എന്നുള്ളതാണ്. The iron vein deflects from the low magnetic field to the high magnetic field, and the strength of the deflection is directly proportional to the magnitude of the current flow through it. ഇനി ഈ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിലേക്ക് കറണ്ട് കടക്കുന്നത് സ്പ്രിങ് വഴിയാണ്. ഈ സ്പ്രിങ് തന്നെയാണ് ഇവിടെ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. അടുത്തത് മൂവിങ് അയൺ റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിൽ രണ്ട് മാഗ്നറ്റിക് വെയിൻസ് ഉണ്ട്. അതിൽ ഒന്ന് ഫിക്സ്ഡ് ആണ്, ഒന്ന് മൂവബിൾ ആണ്. നേരെ ഒരു സ്റ്റേഷനറി കോയിൽ ഉണ്ട്. ആ സ്റ്റേഷനറി കോയിലൂടെ കറണ്ട്, നമ്മൾ മെഷർ ചെയ്യുന്ന കറണ്ട് കടന്നു പോവുകയാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന രണ്ട് വെയിൻസ്, രണ്ട് അയൺ വെയിൻസ് ഉണ്ട്. ആ അയൺ വെയിൻസിൽ ഒന്ന് ഫിക്സ്ഡ് ആണ്, ഒന്ന് മൂവബിൾ ആണ്.
രണ്ടും ഒരേ രീതിയിൽ മാഗ്നറ്റൈസ് ചെയ്യും. അതായത് അത് തമ്മിൽ ഒരു റിപ്പൾഷൻ ഉണ്ടാവും. എത്രത്തോളം റിപ്പൾഷൻ ഉണ്ടാവുമെന്ന് തീരുമാനിക്കുന്നത് ഈ കോയിലിലൂടെ എത്ര കറണ്ട് കടന്നു പോകുന്നത് അനുസരിച്ചാണ്. Because of the repulsive force, the moving coil starts moving away from the fixed vane. അത് തന്നെയാണ് ഈ മൂവിങ് സിസ്റ്റത്തിനെ മൂവ് ചെയ്യിക്കുന്നത്, റിപ്പൾഷൻ ഫോഴ്സ്. In comparison of MC and MI type instruments, moving coil type and moving iron type instruments. മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻസിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിക് മോട്ടോർ. ഒരു ഇലക്ട്രിക് മോട്ടോറിൻ്റെ അതേ പ്രിൻസിപ്പിളാണ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ അതൊരു ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മാഗ്നറ്റിസം. ഒരു മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൽ ഡിഫ്ലക്ഷൻ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഇനി മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഡിഫ്ലക്ഷൻ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി കറണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്കെയിൽ യൂണിഫോം സ്കെയിലാണ്. അതായത് 1 തൊട്ട് 2 വരെയുള്ള അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും 2 മുതൽ 3 വരെയുള്ള ഡിസ്റ്റൻസ്. ഇനി ഒരു മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് സ്കെയിൽ നോക്കുകയാണെങ്കിൽ നോൺ യൂണിഫോം സ്കെയിലാണ്. അതിൻ്റെ കാരണം ഡിഫ്ലക്ഷൻ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി കറണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ്. അതായത് സ്കെയിലിൽ കാണുന്ന 1 മുതൽ 2 വരെയുള്ള ദൂരം ആയിരിക്കില്ല 2 മുതൽ 3 വരെയുള്ള ദൂരം. ഈ ഒരു മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൽ കാണുന്ന ഡാമ്പിങ് എഡി കറന്റ് ഡാമ്പിങ് ആണ്. മൂവിങ് അയൺ ഇൻസ്ട്രുമെൻസിൽ അത് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് ആണ്. മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ് സാധാരണഗതിയിൽ DC സർക്യൂട്ടുകളിലാണ് യൂസ് ചെയ്യുക. മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് സാധാരണഗതിയിൽ AC മെഷർമെൻറ്റ്സിനാണ് ഉപയോഗിക്കുക, DC സർക്യൂട്ട്സിന് ഉപയോഗിക്കാം. ഈ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലോ പവർ കൺസ്യൂമിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇനി അടുത്ത ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്. ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫിക്സഡ് കോയിൽ ആൻഡ് എ മൂവിങ് കോയിൽ. When used as a wattmeter, the fixed coils are wound with thick wires. ഒരു ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് സാധാരണഗതിയിൽ വാട്ട് മീറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുക. The moving coil made of thin wires is mounted on an aluminum spindle. Both moving coils and fixed coils are air cooled. അതായത് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൽ ഒരു ഫിക്സഡ് കോയിലും ഉണ്ട്, ഒരു മൂവിങ് കോയിലും ഉണ്ട്. ഇതിൽ മൂവിങ് കോയിൽ പ്രഷർ കോയിൽ എന്നും അറിയപ്പെടുന്നു, അതേപോലെ വോൾട്ടേജ് കോയിൽ എന്നും അറിയപ്പെടുന്നു. കറണ്ട് കോയിൽ കറണ്ട്, അതായത് ലോഡ് കൺസ്യൂം ചെയ്യുന്ന കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോയിലാണ് കറണ്ട് കോയിൽ. കറണ്ട് മെഷർ ചെയ്യാനുള്ളത് ആയതുകൊണ്ട് തന്നെ കറണ്ട് കോയിലിൻ്റെ തിക്നെസ് വളരെ കൂടുതലാണ്. ഇനി പ്രഷർ കോയിൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിലൂടെ വളരെ ചെറിയ കറണ്ടേ കടന്നു പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രഷർ കോയിലിൻ്റെ തിക്നെസ് വളരെ കുറവാണ്. ഈ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൺട്രോൾ സ്പ്രിങ്സ് ആണ്. സ്പ്രിങ് വഴി തന്നെയാണ് ഈ ഇൻസ്ട്രുമെൻറ്റിലേക്ക് കറണ്ട് കടന്നു വരുന്നത്. ഒരു വാട്ട് മീറ്റർ സാധാരണ പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം കറണ്ട് കോയിലിലൂടെ ഒഴുകുന്ന കറൻറ്റും വോൾട്ടേജ് കോയിലിന് അക്രോസ് അപ്പിയർ ചെയ്യുന്ന വോൾട്ടേജിൻ്റെയും പ്രൊഡക്റ്റാണ് നമുക്ക് പവറായിട്ട് കിട്ടുന്നത്. The deflecting torque is proportional to the products of current flowing in the fixed and the moving coil. ഇനി അടുത്തത് ഒരു ത്രീ ഫേസ് ലോഡ് കൺസ്യൂം ചെയ്യുന്ന പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വാട്ട് മീറ്റർ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു ത്രീ ഫേസ് പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും 2 വാട്ട് മീറ്റർ മതി.
അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു W1 W2. അതുപോലെ ലോഡ് കാണിച്ചിരിക്കുന്നതാണ് ലോഡ് സ്റ്റാർ കണക്റ്റഡ് ലോഡാണ്. സ്റ്റാർ ഷേപ്പിലാണ് ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ലോഡ് കൺസ്യൂം ചെയ്യുന്ന പവറാണ് ഈ 2 വാട്ട് മീറ്റർ ചേർന്ന് മെഷർ ചെയ്യുന്നത്. അങ്ങനെ വാട്ട് മീറ്റർ W1 നോക്കുകയാണെങ്കിൽ അത് മെഷർ ചെയ്യുന്നത് R ഫേസിലൂടെ ഒഴുകുന്ന കറണ്ടാണ്. അതേസമയം അതിൻ്റെ പ്രഷർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ മെഷർ ചെയ്യുന്നത് ആറിനും ബിനും അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. ആറിനും ബിനും അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ വോൾട്ടേജ് ആണ്. W2 മെഷർ ചെയ്യുന്നത് Y ഫേസിലൂടെ ഒഴുകുന്ന കറണ്ടാണ്. അതിൻ്റെ പ്രഷർ കോയിൽ മെഷർ ചെയ്യുന്നത് Y ഫേസിനും B ഫേസിനും അക്രോസ് ഉള്ള ലൈൻ വോൾട്ടേജ് ആണ്. W2ൻ്റെ പ്രഷർ കോയിലും മെഷർ ചെയ്യുന്നത്. ടോട്ടൽ പവർ കൺസ്യൂംഡ് ബൈ ദ ലോഡ് W1 plus W2 is equal to √3 VLIL cos phi. √3 VLIL cos phi ആണ് ഒരു 3 ഫേസ് ലോഡ് കൺസ്യൂം ചെയ്യുന്ന പവർ. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് W1 plus W2 ചെയ്താൽ മതി. ഇനി ഒരു 3 ഫേസ് ലോഡിൻ്റെ പവർ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് tan phi is equal to √3 into watt meter reading 1 minus watt meter reading 2 divided by W1 plus W2. ഇത് സ്റ്റാർ കണക്റ്റഡ് ലോഡിനാണ്. അതേപോലെ ഇത് ഡെൽറ്റ കണക്റ്റഡ് ലോഡാണ്. ഡെൽറ്റ കണക്റ്റഡ് ലോഡിനും നമുക്ക് 2 വാട്ട് മീറ്റർ മെത്തേഡ് യൂസ് ചെയ്യാം.